നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോയുടെ തമ്മിൽ കണ്ടിട്ടല്ലേ വീഡിയോ ഓപ്പൺ ആക്കിയത്. അപ്പം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നും അതിലെ പുതിയ അപ്ഡേറ്റുകളെ കുറിച്ച് മനസ്സിലാക്കണമെന്നും താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഏകദേശം എന്നെ പോലൊക്കെ തന്നെ, അതായത് വാട്സപ്പിൽ പുതുതായിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളെ കുറിച്ചും അറിയാനും അത് ഉപയോഗിക്കാനും ഒക്കെ എനിക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഈ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെ കുറിച്ച് അധികം തപ്പി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ വാട്സപ്പുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഈ വാട്സപ്പിന്റെ വീഡിയോകൾ ചെയ്യുമ്പം നല്ല രീതിയിലുള്ള റെസ്പോൺസും കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് നല്ല രീതിയിലുള്ള കമന്റുകളും ലൈക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാം. മാസത്തിൽ ഒരു 2-3 വാട്സപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയാനുള്ള കാര്യമാണ് ലൈക്ക് ചെയ്യാനായിട്ട്. അപ്പം ഈ വീഡിയോയിൽ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. കുറേ നാളുകളായിട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒരാളുടെ കമ്പനിയാണ്. മെറ്റയുടെ അണ്ടറിലുള്ളതാണ് ഈ പറയുന്ന 3 പ്ലാറ്റ്ഫോമുകൾ. അപ്പോൾ വാട്സപ്പിൽ നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരേ സമയം ആ സെയിം സ്റ്റാറ്റസ് ഷെയർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നന്നായിരിക്കത്തില്ലേ? അപ്പം ഇങ്ങനൊരു പുതിയ ഫീച്ചർ വാട്സപ്പിൽ വരാനായിട്ട് പോവുകയാണ്. അതായത് വാട്സപ്പിന്റെ സ്റ്റാറ്റസ് സെക്ഷനിൽ തന്നെ നമുക്ക് വാട്സപ്പിലെ സ്റ്റാറ്റസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഷെയർ ടു അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരേ സമയം 3 പ്ലാറ്റ്ഫോമുകളിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒരേ രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. നമ്മൾ വാട്സപ്പിലൂടെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം അതിൽ എന്തെങ്കിലും ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയുടെ ഏറ്റവും ടോപ്പിലായിട്ടൊരു പെൻ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഡ്രോ ചെയ്യാനായിട്ട് പഴയ ഒരു ഇന്റർഫേസ് ഇതാ ഈ രീതിയിലായിരുന്നു. എന്നാൽ ഇതിലൊരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. പുതിയ ഇന്റർഫേസിൽ നമുക്ക് കുറെ കളേഴ്സും അതേപോലെ തന്നെ ഡ്രോ ചെയ്യാനുള്ള പാറ്റേണും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ വാട്സപ്പ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തേനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ഒരു ഇന്റർഫേസ് നമുക്ക് ഈ ഒരു ഡ്രോ ചെയ്ത സെക്ഷനിൽ ലഭിക്കുന്നതാണ്. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഓൾ ഇൻ വൺ സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. അതായത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാനും എല്ലാം ഈ ഒരൊറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ മതി. ഈ സോഫ്റ്റ്വെയറിന്റെ പേര് വണ്ടർഷെയർ ഡെമോ ക്രിയേറ്റർ എന്നാണ്. ഡെമോ ക്രിയേറ്ററിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 8 ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ വിത്ത് ക്യാമറ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഒപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത ക്യാമറ ഫയലിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല 120 FPS 8K വരെ നമുക്ക് ഗെയിം പ്ലേയും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ വീഡിയോ എഡിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് AI ഫീച്ചേഴ്സ് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ AI വോയിസ് ചേഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗണ്ടിനെ പല രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ വോക്കൽസും നോയ്സും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് റിഡക്ഷൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എയുടെ സഹായത്തോടെ ഇത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഭംഗി നിങ്ങളുടെ ഫേസിന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്യൂട്ടി ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് സുന്ദരനോ സുന്ദരിയോ ആകാം. ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ സ്ക്രീനിൽ എഴുതി വരും. അതായത് ഓട്ടോ സബ്ടൈറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. സബ്ടൈറ്റിൽ മാത്രമല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമേഷൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല സാധാരണ എഡിറ്ററിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോ ഫീച്ചേഴ്സും ഈ ഒരു എഡിറ്ററിൽ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ വീഡിയോ കുറെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ്സ് ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വാട്സപ്പിന്റെ അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലേക്കുള്ളവർക്ക് പോയാലോ ഇതിലൂടെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് പെട്ടെന്ന് കുറെ വ്യൂവേഴ്സിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു കണക്കിന് ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. പക്ഷെങ്കിൽ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ബുദ്ധിമുട്ടാവും. ഇനി വാട്സപ്പ് സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഡിസേബിൾ ചെയ്യാനും സാധിക്കും. വാട്സപ്പിൽ നമുക്ക് ആരെങ്കിലും ഒരു വീഡിയോ ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PIP മോഡിലായിരിക്കും ആ വീഡിയോ പ്ലേ ആകുന്നത്. അതായത് പിക്ചർ ഇൻ പിക്ചർ മോഡ്. അതായത് വാട്സപ്പിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ പ്ലേ ആവുകയും ചെയ്യും. എന്നാൽ ഒരു ലോക്കൽ വീഡിയോ, അതായത് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിലൂടെ ഒരു വീഡിയോ നമുക്ക് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ PIP മോഡിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ നമ്മളൊരു കോൺടാക്റ്റിൽ വന്ന വീഡിയോ ആ കോൺടാക്റ്റിനുള്ളിൽ നിന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കണം. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത കോൺടാക്റ്റിൽ പോയി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ വാട്സപ്പ് പുതിയ അപ്ഡേറ്റ് കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വരുന്ന ലോക്കൽ
വീഡിയോസ് ആണെങ്കിൽ പോലും ആ വീഡിയോസും ഇനി നമുക്ക് പിക്ചർ ഇൻ പിക്ചർ മോഡിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊരു അപ്കമിങ് അപ്ഡേറ്റ് ആണ്. എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഡെമോ ക്രിയേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മറക്കാതെ നിങ്ങൾ എല്ലാവരും അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി ഈ വീഡിയോയുടെ താഴെ മറക്കാവുന്ന കമന്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കമന്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ഫോളോ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.